ഇന്ന് വീട്ടിൽ വിളഞ്ഞ റംബുട്ടാൻ പറിക്കുന്ന വിശേഷങ്ങളാണ്. ഒരു 3-4 തവണയൊക്കെ നമുക്ക് കായ്ച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഇത്രയധികം കായ കിട്ടുന്നത് ഇതാദ്യമായിട്ടോ. അതായത് ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഇടയ്ക്കാണ് നല്ല മഴ വന്ന ആ ഒരു ടൈമിൽ ഒരുപാട് റംബുട്ടാൻ പഴങ്ങൾ കുറേ അങ്ങ് വീണു പോയിട്ടോ. പച്ച അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ എല്ലാവരും നേരിട്ടിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ് കിടന്നത് ഒരുപാട് സങ്കടത്തോടെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതിയിരുന്നു പറിക്കാനായിട്ട് പഴുത്ത് നമുക്കിതൊന്ന് കിട്ടും തോന്നില്ല. പക്ഷേ അത്യാവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൂക്കുലയിൽ 1-2 ഒക്കെ പിടിച്ചിട്ടുള്ളൂ, അല്ല ബാക്കി ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാൽ കൂടിയിട്ടും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള പഴങ്ങളൊക്കെ പഴുത്ത് കിട്ടി. ഇപ്പം നമ്മളെ നാട്ടിലെ വീടുകളിലൊക്കെ അത്യാവശ്യം കോമൺ ആയിട്ട് തന്നെ ഈ റംബുട്ടാൻ തൈകൾ ഇടം പിടിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെവിടെയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. അതേപോലെ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ചില ആളുകളൊക്കെ പറമ്പുകളിൽ ഇങ്ങനെ കൃഷി രീതിയിലൊക്കെ റംബുട്ടാൻ നടന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ ഒന്നുമല്ല, നമ്മൾ കടയിൽ ചെന്നിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ തീ പൊള്ളുന്ന വില. ഈ സീസൺ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 2 വെറൈറ്റിയുള്ള ഇത് മഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. മറ്റേത് N18 നല്ല റെഡ് വെറൈറ്റിയാണ്. റെഡിൽ നമുക്കിപ്പോൾ വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും മഞ്ഞയ്ക്ക് ചെറിയൊരു പുതുമയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിത് നട്ടിട്ട് 2 വർഷം കഴിയുന്നതിന് മുമ്പേ തന്നെ ഇത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ. പക്ഷേ ഇത് അപ്പം നമുക്ക് കായ വന്നിട്ടുണ്ടായിരുന്നില്ല. പൂവ് വന്ന് അത് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. പിന്നീട് ഇത്തവണയാണ് നമുക്ക് കുറച്ചെങ്കിലും കായ പിടിച്ച് കിട്ടിയത്. പിന്നെ ഒരു കാര്യം ചിലരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, റെഡിനേക്കാളും ടേസ്റ്റ് യെല്ലോ ആണെന്ന് കേട്ടോ. പക്ഷേ ശരിയാണ്, യെല്ലോക്ക് കുറച്ച് മധുരം കൂടുതലുണ്ട്. എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം റെഡ് തന്നെയാണ്. അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫ്രൂട്ട് റംബുട്ടാൻ്റെ റെഡ് ആണല്ലോ, അതുകൊണ്ടുള്ളൊരു ഇതാണോ എന്നറിയില്ല. ഏതായാലും രണ്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് റംബുട്ടാൻ വെറൈറ്റിയിൽ ഏതാ ഇഷ്ടം? റെഡാണോ അതോ യെല്ലോ ആണോ? കമൻറ്റിലൂടെ പറയണേ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നറിയോ, നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളം ചെയ്തുണ്ടാക്കിയ തൈ അതിൽ നിന്ന് ഈ കായ പറിക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊരിക്കലും കടയിൽ നിന്ന് പോയി കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നാൽ കിട്ടില്ല. ഇങ്ങനെ പറിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അത് മാത്രമല്ല നമ്മളെ മുറ്റത്ത് ഇതിങ്ങനെ വിളഞ്ഞ് നിൽക്കുമ്പോഴുള്ള ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് വേറെ എന്തിൽ നിന്നും കിട്ടില്ല. അപ്പോൾ ഇനി റംബുട്ടാൻ തൈകൾ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എപ്പോഴും തൈ എടുക്കുന്ന സമയത്ത് നല്ല വെറൈറ്റി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. അതേപോലെ നടുന്ന രീതിയും അതിൻ്റെ വളം ചെയ്യലും പരിപാലനവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടും. അങ്ങനെ നമ്മൾ പറിക്കലൊക്കെ കഴിഞ്ഞപ്പം റെഡും യെല്ലോ ഒക്കെ ആയിട്ട് അത്യാവശ്യത്തിലേറെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം. അതേപോലെ ഇപ്പം ഇനി റംബൂട്ടാനെ കുറിച്ച് അധികം ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലേ, കാരണം എല്ലാ വീടുകളിലും അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇനി ഇല്ലാത്തവരാണെങ്കിൽ വേഗം നട്ടുപിടിപ്പിച്ചോളൂ കേട്ടോ. അതായത് നമ്മളെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ പറ്റുകയും അതേപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഈ ഒരു തൈ നടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരോടാണ് പറയുന്നത്, ഒട്ടും ആലോചിച്ച് നിൽക്കേണ്ട, നല്ലൊരു അടിപൊളി വെറൈറ്റി സെലക്ട് ചെയ്തിട്ട് ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് നട്ടുപിടിപ്പിച്ചോളൂ കേട്ടോ. നിങ്ങൾക്കും ഇതേപോലെ പറിച്ചെടുത്ത് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.